5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, ചരിത്രപരമായും ട്ടുള്ള പാരിസ്ഥിതികമായ, ഭരണപരമായ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണിത്. സമൂഹത്തിൻ്റെ സമസ്ത ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്നും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഡിജിറ്റൽ മീഡിയ സുഭാഷിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യിക്കുക. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളുമായിട്ട് നമുക്ക് തുടങ്ങാം. നല്ല സുപ്രഭാതത്തിൽ ആദ്യത്തെ വാർത്ത, ചവിട്ടും തൊഴിയും കൊണ്ടുകൊണ്ട് UDFിലേക്കില്ല. അങ്ങനെ നമ്മുടെ കുഞ്ഞുമാണി, ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നു. ചവിട്ടിയ പാട് ഇതുവരെ മാറിയിട്ടില്ല. UDFിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരായിട്ട് പിടിച്ച്, ഓരോ നേതാക്കളെയും പിടിച്ച് ചവിട്ടി LDFിലെ ഓരോരുത്തരെ കൊണ്ടും UDFിലെ ഓരോരുത്തരെ കൊണ്ടും ചവിട്ടിച്ചാണ് ഞങ്ങളെ പുറത്ത് നിർത്തിയത്. മഴയത്ത് നിർത്തി, ഞങ്ങളെ വെയിലത്ത് നിർത്തി. ഒരു കാരണവശാലും ഞങ്ങൾ UDFിലേക്കില്ല. ജോസ് കെ മാണി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കേരള കൗമുദി ആ വാർത്ത ജോസ് കെ മാണിയുടെ പടമെല്ലാം വെച്ച് വളരെ വലിയ വാർത്തയായി കൊടുത്തിട്ടുണ്ട്. LDFിൽ ഞങ്ങൾ കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഒരു സാഹചര്യത്തിലും ഞങ്ങൾ UDFിലേക്കില്ല. കാരണം അത്രമാത്രം അവഗണനയും വേദനയും സങ്കടവും ദുഷിപ്പും നുണയും കുണ്ടണിയും എല്ലാം ഞങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി അവരുടെ മുഖത്ത് നോക്കാൻ കഴിയില്ല. ഞങ്ങളുടെ എന്ത് സാഹചര്യത്തിലും ഞങ്ങൾക്ക് നോക്കാൻ കഴിയില്ല. ഇത് പറയുന്നത് ആരെന്നറിയണം. അസംബ്ലിയിൽ KM മാണി സാറ് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ വളരെ കൃത്യമായി ആ ബഡ്ജറ്റ് അദ്ദേഹത്തിൻ്റെ വാക്യകത്ത് പൊത്തിപ്പിടിച്ചും, അദ്ദേഹത്തിൻ്റെ ഒരു കാലൊരാൾ, മറ്റൊരു കാല് വേറൊരാൾ, ഒരു കൈ ഒരാൾ, ഒരു കൈ വേറൊരാൾ, അങ്ങനെ പിന്നെ മൂക്ക് പൊത്തിപ്പിടിക്കുന്നു, വാ പൊത്തിപ്പിടിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ എയറിൽ നിർത്തി അസംബ്ലിയുടെ സ്പീക്കറുടെ ചേംബർ അടിച്ച് പൊളിച്ച് നാശകോശയാക്കി, വേണ്ട കുഴപ്പമുണ്ടാക്കി. ഇതുവരെ അതിൽ പങ്കെടുത്തവരാരും കേസ് പോലും പറഞ്ഞു തീർന്നിട്ടില്ല. അങ്ങനെ അത്രമാത്രം മാണി സാറിനെ അധിക്ഷേപിച്ച മുന്നണി ചെന്ന് നിന്നുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുമാണിച്ചായൻ ഇങ്ങനെ പറയുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾ അങ്ങോട്ടില്ല. എന്തായാലും രാഷ്ട്രീയമാണല്ലോ, അത് അവസരങ്ങളുടെ കലയാണ്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് ഓരോരുത്തർ പാർട്ടികളെ കൊണ്ടും ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ സതീശൻ ഭായി പറയും പോലെ ഒന്നും രണ്ടല്ല, രണ്ടും നാലുമല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2ഉം 1ഉം എത്ര എന്നൊരു ചോദ്യമുണ്ട്. അത് 3 അല്ലേ എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും നിങ്ങൾ ജോസ് കെ മാണിയെ UDFിലേക്ക് പ്രതീക്ഷിക്കേണ്ട. അൻവർക്ക മഴയത്ത് നിൽപ്പുണ്ട്. അൻവർക്കെ നമുക്ക് എടുക്കാം. അതിലൂടെ നമുക്ക് വേറെ ചില കാര്യങ്ങൾ CPIയുമായിട്ട് അടൂർ പ്രകാശ് ഒരു ചർച്ച ആരംഭിച്ച് വച്ചിട്ടുണ്ട്. അതിൻ്റെ സാധ്യതകൾ നോക്കാം. എന്തായാലും ശരി തന്നെ, ജോസ് കെ മാണി UDFിലേക്കില്ല. ഇനി ജോസ് കെ മാണിയുടെ കൂടെ നിൽക്കുന്ന റോഷി അഗസ്റ്റിനെ പോലെയുള്ള ആളുകൾക്ക് ഒരു കാൽ ഇപ്പുറത്തോട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് തൊടുപുഴ, ഇടുക്കി അടുത്ത് കിടക്കുന്ന മണ്ഡലം എന്നുള്ള നിലയിൽ ജോസഫ് സാറിനോടും അല്ലാതെ പിന്നെ LDFിനോട് UDFിനോട് ഒരു താല്പര്യം റോഷിക്കുണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ റോഷിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ജോസഫ് സാറിൻ്റെ മുന്നണിയിൽ ചേരാം, ജോസഫ് സാറിൻ്റെ പാർട്ടിയിൽ ചേരാം, അല്ലെങ്കിൽ റോഷിക്ക് പുതിയൊരു കേരള കോൺഗ്രസ് ഉണ്ടാക്കാം. കാര്യം വളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണിത്. ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിഞ്ഞൂടെ മക്കളെ എന്ന് പറഞ്ഞത് ഇതിൻ്റെ ആചാര്യനായിട്ടുള്ള മാണി സാറാണ്. അതുകൊണ്ട് എത്ര പിളർന്നാലും തർക്കമില്ലാത്ത ഒരു പാർട്ടിയാണിത്. അത്രമാത്രം വളരാൻ സാധ്യതയുള്ള 3 കോടി ജനങ്ങളുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് വളരാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയാണ്. ഒരു സാഹചര്യത്തിൽ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ഇപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുണ്ട്, മാണി ഗ്രൂപ്പുണ്ട്, ജേക്കബ് ഗ്രൂപ്പുണ്ട്, പിള്ള ഗ്രൂപ്പുണ്ട്. അങ്ങനെ എത്ര ഗ്രൂപ്പാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ സ്കറിയ തോമസിൻ്റെ ഗ്രൂപ്പുണ്ട്. പിന്നെ വേറെ 1-2 ഗ്രൂപ്പുകളൊക്കെ നമ്മുടെ ഈ LDFിൻ്റെ കൂടെ ഉണ്ട്. LDFിൻ്റെ കൂടെ 4-5 കേരള കോൺഗ്രസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു 8-10 2 വിരലിലുണ്ടാവുന്ന കേരള കോൺഗ്രസ് ഉണ്ട്. ഇനിയും കാലിൻ്റെ വിരലുകൾ നമ്മളിലുണ്ട്. അപ്പോൾ അതും 10 എണ്ണം ഉണ്ട്. അപ്പോൾ ഇനിയും 10 എണ്ണത്തിൻ്റെ സ്കോപ്പുണ്ട്. തീർച്ചയായിട്ടും മാണി സാറിൻ്റെ കുഞ്ഞുമാണി UDFിലേക്ക് തൽക്കാലം പോകരുത്. ആ ചവിട്ടിൻ്റെ പാടൊക്കെ ഒന്ന് മാറട്ടെ. നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നു. അതൊക്കെ മാറിയിട്ട് നമുക്ക് സൗകര്യപ്രദമായി പോകാം. അതുവരെ നമുക്ക് നോക്കാം. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുമ്പിൽ കിടപ്പുണ്ട്, തദ്ദേശ. അതിലും കൂടി UDF അപ്പർ ഹാൻഡ് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മാറ്റി ചവിട്ടേണ്ടി വരും. നമുക്ക് അതുവരെ കാത്തിരിക്കാം. എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ. അതിൻ്റെ ഒരു അനാലിസിസ് കൂടെ വരുമ്പോൾ നമുക്ക് തീരുമാനിക്കാം UDFിൽ പോകണോ LDFിൽ പോകണോ. അതിനിടയിൽ ഈ പരിക്കെല്ലാം മാറുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും തൽക്കാലം ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇല്ല.